എടാ കുര്യന്റെ ഇൻസ്റ്റ ഉണ്ടാ, അവൻ ജർമ്മനി പോയെന്ന്. എന്ത് ജർമ്മനി ജോസെ, അതൊക്കെ നമ്മുടെ നാട്, പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാം. അതെ, പക്ഷെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആടാ, ഫീസും വേണ്ട ജർമ്മൻ ലാംഗ്വേജും വേണ്ട. നമ്മുടെ തോമസ് ചേട്ടൻ്റെ മോൾ അവിടെയല്ലേ, 18 മാസം സ്റ്റേ ബാക്ക് ഉണ്ടെന്ന് കേട്ടെ. പിന്നെ എന്ത് കാര്യം, വല്ല നാട്ടിലും കിടന്ന് പണിയെടുത്തിയാവാം. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, അവിടെ എന്ത് ജോലി എടുത്താലും നല്ല ശമ്പളം. നമ്മുടെ കൂടെ പഠിച്ച ആകാശല്ലേ, ആ പൊക്കമുള്ള ഫുട്ബോൾ കളിക്കണേ, അവൻ UK പാർട്ട് ടൈം ജോബ് ചെയ്ത് തന്നെ അവൻ ലോൺ അടിച്ചു ചേർത്ത്. ആരവനാ? പഠിക്കത്തില്ലായിരുന്നു, അരമുറി ഇംഗ്ലീഷും, അവനും രക്ഷപ്പെട്ടു. എടാ, ഇനി ഇംഗ്ലീഷിന്റെ സീനൊന്നുമില്ല, IELTS വേണ്ട, 45% മാർക്കുണ്ടോ നിനക്കുമ്പോ ഇയർ ഗ്യാപ്പിന്റെ പ്രശ്നമില്ല. എന്തൊക്കെ പറഞ്ഞാലും ജോസേ, നമ്മുടെ നാടിന്റെ സുഖം അവിടെ കിട്ടുമോ? ഇപ്പൊ ഒരു പുട്ടും കടലും കഴിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? അതിന് നമ്മുടെ നാട് തന്നെ ഫസ്റ്റ്. അതാണ്. പക്ഷേ ഇവന്മാരെങ്ങനെ തപ്പിപ്പിടിച്ച് പോണേ? അത് ഞാൻ ആകാശിനോട് ചോദിച്ചു. അവൻ പോയത് ഹെറാൾഡ്സ് ഇന്റർനാഷണലിന്റെ അസിസ്റ്റൻസ് വഴിയാണ്. UK, ജർമ്മനി, കാനഡ, മാൾട്ട, ലാറ്റ്വിയ, പോളണ്ട് ഇങ്ങനെയുള്ള മിക്ക കൺട്രീസിലോട്ടുള്ള അബ്രോഡ് സ്റ്റഡീസും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യവും അവർ സെറ്റാക്കി തരും. പിന്നെന്താ കുഴപ്പം? ഹെറാൾഡ്സ് അല്ലേ, ആലോചിക്കാം. നീ ഇപ്പൊ ചായ കുടിക്കും. പോവാം. എടാ ഉണ്ടല്ലോ, പുട്ടും കടലൊക്കെ ഇപ്പൊ ജർമ്മനിയിലും കിട്ടുമെന്നായിട്ട്. അതെ അല്ലേ, നോക്കാം.